ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. ഇന്ന് ഞങ്ങളുടെ 3rd വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം ഭർത്തുത ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നാണ്, അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. എവിടെ പോവാനിരിക്കൂ? അച്ഛക്കൂടെ എവിടെയാ പോണത്? അമ്പലത്തില് പറ. അമ്പോച്ചിനെ കാണാനാ പറ. അമ്മു അല്ലടോ, അമ്പോച്ചി അല്ലടോ. ഈ അമ്മു എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. അപ്പം അമ്മമ്മേനെ ഷോർട്ടാക്കിയിട്ട് രുക്വാവ് അമ്മു എന്നാട്ടോ വിളിക്കുക. അതേപോലെ എൻ്റെ അനിയത്തിനെ ചെറിയെന്ന് വിളിക്കുക, ചെറിയമ്മേനെ ഷോർട്ടാക്കിയിട്ട് ചെറി. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ബാക്കിൽ ചേച്ചീൻ്റെ മോളുണ്ട്, ഭർത്തുണ്ട്. അപ്പം ഞങ്ങൾ 3 കൂടി പോവാണ്, 4 കൂടി പോവാണ്. അപ്പോൾ വളയനാടാണ് പോകുന്നത് കേട്ടോ. പുള്ളി കയറി. രുക്വാവ് ഇതാ നല്ല ഓട്ടമാണ് കേട്ടോ. ഇപ്പോൾ പണ്ടത്തെ പോലെ പിടിച്ചാലൊന്നും കിട്ടില്ല. അവിടെ കൂടി ഇവിടെ കൂടി, പിന്നെ ഭൂതമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് ഒന്ന് അടക്കി നിർത്തുക. അപ്പോൾ ഇതാ കുഞ്ഞി കൊമ്പൊക്കെ കെട്ടാൻ മാത്രം മുടി വളർന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആൾക്ക് ഇഷ്ടമല്ല ഇത്. എന്താണെന്നറിയില്ല, ശ്രദ്ധ മാറിയതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അപ്പം തന്നെ പിടിച്ച് വലിച്ച് കളയും. അപ്പോൾ വഴിപാട് കഴിപ്പിക്കുകയാണ് ഭർത്തു. ശരിക്കും ഭർത്തു ഞങ്ങളുടെ ഈ ഒരു ആനിവേഴ്സറിക്ക് ഉണ്ടാവേണ്ടതേ അല്ല. ആള് മീറ്റിങ്ങിന് വേണ്ടി പൂനെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ബാംഗ്ലൂർ എത്തിയ സമയത്താണ് ഫുഡ് പോയ്സൺ വന്നത്. ശരിക്കും 9-ാം തീയതിയാണ് ആൾ എത്തേണ്ടത്. അപ്പോൾ എല്ലാ ആനിവേഴ്സറിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലായിരിക്കും, അല്ലെങ്കിൽ ഭർത്തുവിന് മീറ്റിംഗ് ഉണ്ടാവും. ഇപ്രാവശ്യം ഇതേപോലെ ഞങ്ങൾ ഒരുമിച്ചില്ലല്ലോ എന്നുള്ള സങ്കടം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ദൈവം അത് കേട്ടെന്ന് തോന്നുന്നു. ഒരു ഫുഡ് പോയ്സണിൻ്റെ രൂപത്തിൽ വന്നു. അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് കയറി നാട്ടിലെത്തിയിട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് രാവിലെ ഒരുമിച്ച് വന്ന് തൊഴാനൊക്കെ പറ്റി രുക്വാവിനെയൊക്കെ കൊണ്ട്. അപ്പോൾ രുക്വാവിക്ക് ഈ ഒരു ഡ്രസ്സ് കുറേ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻസ്റ്റഗ്രാമിലൊരു പേജിൽ നിന്ന് അയച്ചു തന്നതാണ്. പിന്നെ ഞങ്ങൾ പുറത്ത് കുട്ടിച്ചാത്തൻ്റെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ കാലിക്കറ്റുള്ളവർക്ക് അറിയാമല്ലോ, നല്ല വെയിലുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ലേറ്റ്, കാരണം ഭർത്തുവിന് ട്രാവലിങ്ങിൻ്റെ ഒക്കെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് ഉറങ്ങിപ്പോയി. അപ്പം കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ ഇറങ്ങി. അതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് പൊള്ളായിരുന്നു. അപ്പോൾ പ്രസാദം കിട്ടിയിട്ടോ. രുക്വാവയ്ക്ക് ഓവർ മധുരമുള്ള പ്രസാദം ഇഷ്ടമല്ല, പക്ഷെ ഇതൊരു മീഡിയം ലെവലിലൊക്കെ ആണെങ്കിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ ഒരു മാസം കുറേ ആഘോഷങ്ങളുണ്ട്. 5-ാം തീയതി എൻ്റെയും ഭർത്തുവിൻ്റെയും, 10-ാം തീയതി ഭർത്തുവിൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അതേപോലെ എൻ്റെ അമ്മച്ചൻ്റെയും അമ്മമ്മേൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. പിന്നെ വിഷു ഉണ്ട്. അങ്ങനെ കുറേ ആഘോഷങ്ങളുണ്ട്. അതുകൊണ്ട് നല്ലൊരു മാസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുട്ടിച്ചാത്തൻ്റെ അവിടെയൊക്കെ തൊഴുത് നേരെ കയറിയിന് നമ്മൾ നേരെ പോകുന്നത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം മസാല ദോശ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ അതൊരു വഴിപാടാണ്. പിന്നെ ഇതാണ് കേട്ടോ ഭർത്തു എനിക്ക് ഗിഫ്റ്റ് ചെയ്ത വാച്ച്. ഞാൻ ഭർത്തു മീറ്റിങ്ങിന് പോകുന്നതിൻ്റെ തലേ ദിവസം ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭർത്തു വരുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നേരത്തെ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വാച്ച് തന്നതിൻ്റെ വീഡിയോ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി സമയം കളയണ്ട. പിന്നെ രുക്വാവിക്ക് രാവിലെ 2 ഇഡ്ഡലിയൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. ആൾക്ക് വിശന്ന് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യവും വാശിയൊക്കെയാണ്. അതുകൊണ്ട് ഫുഡ് കൊടുത്തു. പിന്നെ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ രുക്വാവയ്ക്ക് ഇങ്ങനെ ചന്ദനം കുറേ തൊടണം കേട്ടോ നെറ്റിയിൽ. ആൾക്ക് തന്നെ സ്വയം കുറേയൊക്കെ തൊടണം. പിന്നെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തി. ഇത് പുതിയൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, സുപ്രഭാതം. ഇത് മാങ്കാവ് ആഴ്ചവട്ട ഏരിയയിലാണ്, കോഴിക്കോട് കേട്ടോ. അപ്പം പുതിയതായതുകൊണ്ട് നമുക്ക് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം എങ്ങനെയുണ്ട് രുക്വാവയ്ക്ക് കൊമ്പ് കെട്ടിയിട്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടോ എന്ന്. ഭർത്തുവിന് ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ കെട്ടുന്നത്. വാവയ്ക്ക് വേദനിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ എപ്പോഴും ചീത്ത പറയും. ഞാൻ കുറച്ച് ഉള്ള സമയത്ത് തന്നെ ഞാനിങ്ങനെ കെട്ടുമായിരുന്നു. പക്ഷെ ഭർത്തു എന്നെ എപ്പോഴും ചീത്ത പറയും, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, കുട്ടിക്ക് മുടി പൊട്ടിപ്പോവും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വാവിനെ കൊമ്പൊക്കെ കെട്ടിച്ച് സുന്ദരിയാക്കി കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ രുക്വാവ് വയറ് ഫുള്ളാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് കളിച്ചോളും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. പക്ഷെ ഇത്തിരി ഒന്ന് വിശന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കരച്ചിലും പിഴിച്ചിലും കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. പിന്നെ ഫുഡ് കഴിക്കില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ എന്തെങ്കിലും ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കും. ദോശ ഇഡ്ഡലി എന്ന് പറയുന്നത് വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദോശയും ചട്നിയൊക്കെ കൂട്ടി സ്വയം കഴിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച പാടന്നെ ആ കൈയെടുത്ത് കണ്ണിലും മൂക്കിലൊക്കെ തേക്കുന്നതിനോട് ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല. പിന്നെ കൂടെ തന്നെ ഇരുന്ന് ഇങ്ങനെ നോക്കി
സ്വന്തമായിട്ട് കഴിക്കാനൊക്കെ ഞാൻ നോക്കും. ഇപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആളിതേപോലെ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ചിലപ്പം ഞാൻ കഴിക്കുന്നതിന് മുന്നേ തന്നെ ആൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പം സ്പൈസി ആണെങ്കിൽ ഒരു പ്രാവശ്യം ഇതേപോലെ ഫുഡ് കഴിച്ചിട്ട് വാവയ്ക്ക് ചുണ്ട് ഫുൾ ചുവന്നു പോയി. പിന്നെ ഇതാ വാവ എൻ്റെ അടുത്ത് നിന്ന് പിണങ്ങിയിട്ട് ഭർത്തുവിൻ്റെ അടുത്തേക്ക് കയറി കിടന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയാണ്. ഞങ്ങൾ നേരെ ചായ കുടിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.